ഹായ് എവ്രി വൺ, എൻ്റെ പേര് ശില്പ. ഞാൻ കുട്ടികളുടെ നഴ്സാണ്. വർക്ക് ചെയ്യുന്നത് UK-ലാണ്. ഇപ്പം ഞങ്ങൾ നാട്ടിലുണ്ട്. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഒരാൾക്ക് 2.5 വയസ്സായി, ഒരാൾക്ക് 1 മാസമായി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ടമ്മി ടൈം. കുഞ്ഞുങ്ങളെ അവരുണർന്നിരിക്കുന്ന സമയത്ത് വയറിൽ കമത്തി കിടത്തുന്നതിനെയാണ് ടമ്മി ടൈം എന്ന് പറയുന്നത്. ഓൾവേസ് അണ്ടർ സൂപ്പർവിഷൻ ആയിരിക്കണം. ആദ്യമായിട്ട് നമുക്ക് ടമ്മി ടൈമിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞുങ്ങളിലെ ഓൾമോസ്റ്റ് എല്ലാ മസിൽസും നല്ല പ്രോപ്പർ സ്ട്രെങ്ത് ആക്കാനും അതുവഴി അവർക്ക് കമന്ന് വീഴാനും ഇരിക്കാനും നടക്കാനും ഒക്കെയുള്ള മൈൽ സ്റ്റോൺസ് വേഗം അറ്റൈൻ ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് അവരുടെ ഡൈജഷൻ, അതായത് ദഹനം പ്രോപ്പർ ആവാനും ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളിലുണ്ടാകുന്ന ഫ്ലാറ്റ് ഹെഡ് ഇഷ്യൂ അത് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അവരുടെ ബാലൻസും കോർഡിനേഷനും ഒക്കെ ഒരു മൂവ്മെൻറ്റും ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ടമ്മി ടൈമിൻ്റെ ബെനിഫിറ്റ്സ്. മെയിനായിട്ട് വരുന്നത് ഈ കോർ മസിൽസ്, അബ്ഡോമൻ്റെയും ബാക്കിലുള്ള മസിൽസൊക്കെ പ്രോപ്പർ സ്ട്രെങ്ത് ആവാനും അതുവഴി അവർക്ക് ഓരോ മൈൽ സ്റ്റോണും പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവരുടെയും സംശയമാണ് എപ്പോഴാണ് ടമ്മി ടൈം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പൊക്കിൾ കൂടി കൊഴിഞ്ഞു വീഴുന്ന ഉടനെ തന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്യൂ സെക്കൻഡ്സ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ദിവസം 2 to 3 ടൈംസ് ഒക്കെ നമുക്ക് ടമ്മി ടൈം കൊടുക്കാം. ബേബി കരയുവാണ്, ബേബിക്ക് അതിനോട് താല്പര്യമില്ലെന്ന് തോന്നുവാണെങ്കിൽ അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം പിന്നെയും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഒരു ഫ്യൂ സെക്കൻഡ്സ് മുതൽ നമുക്ക് 1 to 2 മിനിറ്റ്സ് ഒക്കെ മെല്ലെ ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ട് അവസാനം 3 months ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു 10 minutes 15 minutes ഒക്കെ എത്തിക്കാം. അതൊക്കെ കൂടുതൽ ബേബീനെ അടുത്ത മൈൽ സ്റ്റോൺസിലേക്ക് അറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് ടമ്മി ടൈം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാൻ എൻ്റെ ബേബിയിൽ ടമ്മി ടൈം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ഗൈഡായിരിക്കും. നമുക്ക് ടമ്മി ടൈം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ബേബി റെഡിയാണ്. നമ്മൾ ഫീഡ് കൊടുത്തതിന് ശേഷം മിനിമം ഒരു 30 minutes അല്ലെങ്കിൽ 45 minutes കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. ഇവിടെ ബേബീനെ ഞാൻ സൈഡിലേക്ക് തിരിച്ച് കിടത്തി. ബേബി ഓക്കെ ആണെന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കമത്തി കിടത്താൻ നോക്കാം. അതിനുശേഷം ഓരോ കൈയും 1 by 1 ആയിട്ട് എടുത്ത് വെക്കണം. കൈ എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുമ്പോൾ മൂക്ക് പോയി തറയിൽ തട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എപ്പോഴും സൂപ്പർവിഷൻ ഉണ്ടാവണം. നമ്മൾ ബേബീൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ബേബീനെ ഒരു കൈ കൊണ്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ ബേബി ഓക്കെ ആണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ഞാൻ നിങ്ങളെ എങ്ങനെ തിരിച്ച് ടേൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. തിരിച്ച് ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് ബേബീൻ്റെ 2 കൈയും കാലും സപ്പോർട്ട് ചെയ്തിട്ട് വേണം ടേൺ ചെയ്യാൻ കേട്ടോ.